ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിൽ പങ്കെടുക്കാത്ത പ്രമുഖനായ നേതാവ് ആരാണ്? ഈ ഒരു ചോദ്യം PSC ചോദിച്ചാണ് കൂട്ടുകാരെ. 1876 രൂപീകരിച്ച ഇന്ത്യൻ നാഷണൽ അസോസിയേഷന്റെ രണ്ടാമത്തെ മീറ്റിംഗിന്റെ തിരക്കിലായിരുന്നു നമ്മുടെ സുരേന്ദ്രനാഥ് ബാനർജി. അതുകൊണ്ട് അദ്ദേഹത്തിന് ആദ്യ സമ്മേളനത്തിൽ കോൺഗ്രസിന്റെ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഷഹനാദാണ്. കൂട്ടുകാരെ ഉഷാറായി പഠിക്കുന്നുണ്ടോ? ഇന്ത്യൻ ചരിത്രമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഇന്ത്യയുടെ ചരിത്രം എല്ലാ PSC പരീക്ഷകൾക്കും ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ച് ദേശീയ പ്രസ്ഥാനങ്ങൾ. നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ച് ഇതുവരെ 2 ക്ലാസ്സുകൾ ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യയുടെ ചരിത്രത്തിന്റെ മുഴുവൻ പ്ലേലിസ്റ്റും ഞാൻ മുകളിൽ കൊടുക്കാം. കൂട്ടുകാർ ക്ലാസ്സുകൾ കാണുക. നോക്കൂ, SCERT ഏറ്റവും പുതിയ പാഠഭാഗം 8ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങളുടെ 2ാമത്തെ ചാപ്റ്ററിനകത്ത് ഇന്റർനാഷണൽ കോൺഗ്രസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. നമ്മൾ SCERT ചാപ്റ്റർ ഇതാ ക്ലാസ് എടുത്തു തുടങ്ങിയിട്ടുണ്ട്. 8ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ നമ്മൾ വിശദമായി പഠിച്ചു. ഇത് 2ാമത്തെ ചാപ്റ്റർ ആണ്, ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിലേക്ക്. കൂടാതെ INC-കളുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പൊ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് അടിക്കണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ബെൽ ബട്ടൺ എനാബിൾ ചെയ്യുക. രാഷ്ട്രീയ സംഘടനകൾ രൂപം കൊള്ളുന്നു. ഈ ഒരു ചാപ്റ്റർ, അതായത് ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിലേക്ക് എന്ന് പറഞ്ഞ ചാപ്റ്റർ 2 ഭാഗമായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യ ഭാഗം എന്ന് പറഞ്ഞാൽ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളാണ് ഇന്ത്യയിലെ. അത് നമ്മൾ അടുത്തൊരു ക്ലാസ്സിൽ എടുക്കും. പിന്നീട് ഈ ചാപ്റ്ററിൽ വരുന്നതാണ് ദേശീയ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ സംഘടനകൾ. നോക്കൂ, എന്താണ് ഇവിടെ പറയുന്നത്? ബ്രിട്ടീഷുകാർക്കെതിരെ ജനങ്ങൾ ഒറ്റക്കെട്ടായി അണിനിരത്തുന്നതിന് സംഘടനകൾ രൂപീകരിക്കണം എന്ന അഭിപ്രായം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വന്നു. ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമരം ഇങ്ങനെ ഊർജ്ജമായി വരികയാണെങ്കിൽ അതിന്റെ ശക്തി ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. ആ ഘട്ടത്തിൽ ഇതാ ഇന്ത്യയിലെ വിവിധ പ്രസ്ഥാനങ്ങൾ, സംഘടനകൾ രൂപീകരിക്കുകയാണ്. പ്രധാനമായിട്ടും 3 സംഘടനകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഇന്ത്യൻ അസോസിയേഷൻ, മദ്രാസ് മഹാജനസഭ, ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ. ഇന്ത്യൻ അസോസിയേഷൻ എന്ന് പറയുമ്പോൾ വർഷം നിങ്ങൾ എല്ലാവരും പഠിച്ചു വെക്കണം. അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ്. 1876 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നതിനൊക്കെ മുമ്പാണ് ഇന്ത്യൻ അസോസിയേഷൻ രൂപീകരിക്കുന്നത്. ഇന്ത്യൻ അസോസിയേഷൻ കൊൽക്കത്തയായിരുന്നു പ്രധാനപ്പെട്ട അവരുടെ കേന്ദ്രം. ഇന്ത്യൻ അസോസിയേഷൻ രൂപീകരിക്കാൻ നേതൃത്വം കൊടുത്ത വ്യക്തികൾ 2 പേരാണ്. നിർബന്ധമായിട്ട് പഠിക്കണം. സുരേന്ദ്രനാഥ ബാനർജിയും ആനന്ദ മോഹൻ ബോസും. സുരേന്ദ്രനാഥ ബാനർജി, ആനന്ദ മോഹൻ ബോസ്, ഇവർ 2 പേരും കൂടി ചേർന്ന് രൂപീകരിച്ച പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ അഥവാ ഇന്ത്യൻ അസോസിയേഷൻ. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ 2ാമത്തെ പ്രസ്ഥാനം മദ്രാസ് മഹാജൻ സഭയാണ്. മദ്രാസ് മഹാജൻ സഭ രൂപീകരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നതിന്റെ 1 വർഷം മുമ്പാണ്. അപ്പൊ പഠിക്കാൻ എളുപ്പമല്ലേ? വർഷം ഏതാണ്? 1884 1884 മദ്രാസ് മഹാജൻ സഭ വരുന്നത്. പ്രധാനപ്പെട്ട 3-4 വ്യക്തികളുണ്ട് അതിന്റെ സ്ഥാപകരായിട്ട്. SCERT കൃത്യമായിട്ട് 3 പേര് കൊടുക്കുന്നുണ്ട്. 3ഉം നിങ്ങൾ പഠിക്കണം. M വീരരാഘവാചാരി, ഇതാണ് PSC പരീക്ഷയിലെ ചോദ്യത്തിന് ആൻസർ ആയിട്ട് വരാറ്. മദ്രാസ് മഹാജന സഭയുടെ സ്ഥാപകനാരെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമാണ് PSC മുമ്പ് കൊടുത്തിട്ടുള്ളത്, M വീരരാഘവാചാരി. ഇന്ത്യൻ അസോസിയേഷനുടെ സ്ഥാപകൻ ചോദിച്ചാൽ സുരേന്ദ്രനാഥ ബാനർജി. ഇതൊക്കെയാണ് PSC മുൻകാലങ്ങളിൽ കൊടുത്തിട്ടുള്ളത്. ഇനി അങ്ങോട്ട് കൊടുക്കും, ഒരു പക്ഷേ സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ വരാം. M വീരരാഘവാചാരി, G സുബ്രഹ്മണ്യ അയ്യർ, P ആനന്ദ ചാർലു, G സുബ്രഹ്മണ്യ അയ്യർ, M വീരരാഘവാചാരി. ഇവർ 3 പേരും കൂടിയാണ് മദ്രാസ് മഹാജൻ സഭ സ്ഥാപിച്ചത് 1884 മദ്രാസിൽ, കൊൽക്കത്തയിലെ ഇന്ത്യൻ അസോസിയേഷൻ. ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ, ബോംബെ ആയിരിക്കുമല്ലോ സ്ഥലം. വർഷം നോക്കൂ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച വർഷമാണ് 1885. ഫിറോസ് ഷാ മേത്ത, KT തലാങ്, ബദറുദ്ദീൻ തയാബ്ജി. 3 പേരുകളൊന്ന് പഠിച്ചു വെച്ചേ. ഫിറോസ് ഷാ മേത്ത, KT തലാങ്, ബദറുദ്ദീൻ തയാബ്ജി. ഫിറോസ് ഷാ മേത്ത, KT തലാങ്, ബദറുദ്ദീൻ തയാബ്ജി. PYക്കാണ് 3 പേര് പഠിക്കണം. ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ 1885. മക്കളെ, അത് ഞാൻ മാറ്റി എഴുതിയിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ അഥവാ ഇന്ത്യൻ അസോസിയേഷന് മറ്റൊരു പേരുണ്ട്. PYQ ആണ് ഭാരത് സഭ. ഭാരത് സഭ എന്ന് ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്ന സംഘടനയാണ് ഇന്ത്യൻ അസോസിയേഷൻ. ഇത് 76 പഠിക്കുമ്പോൾ നിങ്ങൾ ഓർത്ത് കണക്ട് ചെയ്ത് പഠിക്കണം. എല്ലാ ക്ലാസ്സിലും ഞാൻ പറയാറുണ്ട്, 10 വർഷം മുമ്പാണ് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചത്. 1876 ഇന്ത്യൻ അസോസിയേഷൻ, 66 ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ,
അതിനിടയ്ക്ക് 70-ൽ പൂനെ സാർവജനിക് സഭയുണ്ട്. അങ്ങനെ ഇതൊക്കെ കണക്ട് ചെയ്ത് നമ്മൾ പഠിച്ചിരുന്നു അല്ലെ? നമ്മുടെ മുൻ ക്ലാസ് കണ്ടവർക്കറിയാം. 66 ദാദാഭായ് നവറോജിയുടെ, മുമ്പത്തെ നമ്മുടെ INC-യുടെ ക്ലാസ്സിൽ ദാദാഭായ് നവറോജിയെ കുറിച്ച് പഠിച്ചിട്ടുണ്ടല്ലോ. ദാദാഭായ് നവറോജിയുടെ സംഘടനയാണ് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ 66. 70-ൽ പൂനെ സാർവജനിക് സഭ MG റാനഡയുടെ സംഘടനയാണ് 70. അതുകൂടി ഞാൻ എഴുതി വെക്കാം കേട്ടോ. 1870 MG റാനഡയുടെ സംഘടനയാണ് പൂനെ സാർവജനിക് സഭ. പൂനെ സാർവജനിക് സഭ. പൂനെ സാർവജനിക് സഭ. പൂനെ സാർവജനിക് സഭ ആരുടേതാണ്? MG റാനഡെ. MG റാനഡെ. മഹാദേവ് ഗോവിന്ദ റാനഡെ. MG റാനഡെ. MG റാനഡയുടെ സംഘടനയാണ് പൂനെ സാർവജനിക് സഭ. അത് 70-ലാണ്. 76-ൽ ഇന്ത്യൻ അസോസിയേഷൻ സുരേന്ദ്രനാഥ ബാനർജി. നമ്മൾ പഠിച്ചു ഓൾറെഡി എന്ത്? ബോംബെ പ്രസിഡൻസി അസോസിയേഷന്റെ വർഷം 85-ലാണ്. ഫിറോസ് ഷാ മേത്തയാണ്. മദ്രാസ് മഹാജന സഭയെ കുറിച്ച് പറഞ്ഞു നമ്മൾ. M വീരരാഘവാചാര്യാണ് അതിന്റെ സ്ഥാപകൻ എന്ന് പറഞ്ഞു. അവിടെ നിങ്ങൾക്ക് തെറ്റുന്ന ഒരു പ്രിലിംസ് എക്സാമിനൊന്നും ചോദിക്കില്ല എങ്കിലും മെയിൻസിന് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മറ്റു പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. മദ്രാസ് മഹാജന സഭയുടെ ആദ്യത്തെ സെക്രട്ടറി ആരായിരുന്നു? നോക്കൂ, ബാലാജി റാവു ആണ്. ബാലാജി റാവു. സെക്രട്ടറി ബാലാജി. സെക്രട്ടറി ബാലാജി. പ്രസിഡന്റ് P രംഗയ്യ നായിഡു. സെക്രട്ടറി ബാലാജി, പ്രസിഡന്റ് രംഗയ്യ നായിഡു. പ്രസിഡന്റ് P രംഗയ്യ നായിഡു, സെക്രട്ടറി ബാലാജി. സെക്രട്ടറി ബാലാജി, പ്രസിഡന്റ് രംഗയ്യ നായിഡു. പഠിച്ചോ? മദ്രാസ് മഹാജൻ സഭ 1884. മകളെ, അത് പഠിക്കുമ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. PYQ ആണ്. ഇനിയും ചോദിക്കും. മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ നമ്മുടെ CRTക്ക് അകത്തുണ്ട്. മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിനൊക്കെ മുമ്പ് മദ്രാസിൽ തന്നെ ആദ്യമായി രൂപീകരിക്കപ്പെട്ട പ്രധാനപ്പെട്ട സംഘടനയായിരുന്നു മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ. അത് മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ. ഇതോ മദ്രാസ് മഹാജൻ സഭ. രണ്ടും വ്യത്യാസം മനസ്സിലാക്കണേ. 1852-ൽ ഗസലു ലക്ഷ്മി നരസുചെട്ടിയാണ് മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ സ്ഥാപിക്കുന്നത്. പഠിച്ചു വെക്കണം. 1852 ഗസലു ലക്ഷ്മി നരസുചെട്ടി. ഡൽഹൌസി പ്രഭുവിന്റെ കാലഘട്ടമാണ്. നമ്മൾ പഠിക്കുന്ന കോഡുകളും ട്രിക്കുകളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. വൈസ്രോയിമാരുടെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു. ഗസലു ലക്ഷ്മി നരസുചെട്ടി 1852 മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ. മദ്രാസ് മഹാജൻ സഭ 1884. വ്യത്യാസം മനസ്സിലാക്കി പഠിച്ചല്ലോ. നമ്മൾ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ 2 ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. അത് ഞാൻ സ്ക്രീനിൽ കാണിച്ചത്. കാണാത്ത കൂട്ടുകാർ കാണുക. നല്ല അടിപൊളിയായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രം ഏതൊരു PSC പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് മുതൽക്കൂട്ടാണ് ആ ക്ലാസ്. 2 ക്ലാസ്സും കാണുക. 2 ക്ലാസ്സുകളുടെ ഞാൻ ഒരിക്കൽ കൂടി മുകളിൽ കൊടുക്കാം കേട്ടോ. ഇവിടെ നമ്മുടെ CRT പുതിയ CRTയില് കോൺഗ്രസിന്റെ രൂപീകരണത്തെ കുറിച്ച് എടുത്തു പറയുന്നുണ്ട്. എല്ലാവർക്കും അറിയുന്ന പോയിന്റുകളാണ്. 1885 ഡിസംബർ 28-ാം തീയതിയാണ് കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടക്കുന്നത്. വർഷം 1885. ഓക്കെ ആണല്ലോ? അറിയാമല്ലോ എല്ലാവർക്കും. ഡിസംബർ മാസം 28-ാം തീയതി. ഡിസംബർ മാസം 28-ാം തീയതി എവിടെയാണ് നടക്കുന്നത്? ബോംബെയിലാണ് നടക്കുന്നത്. ബോംബെ. അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ബോംബെയിൽ ഇപ്പോൾ പഠിച്ചോളൂ. ബോംബെയിൽ എവിടെ വെച്ച് നടന്നു? ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃതം കോളേജ്. ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃതം കോളേജിൽ വെച്ച് നടന്നു. ആ സമ്മേളനത്തിനകത്ത് എത്ര പേര് പങ്കെടുത്തു? 72 പേർ പങ്കെടുത്തു. തെറ്റിക്കും. നമ്മൾ പരീക്ഷ നടത്തുമ്പോൾ ആവേശം കൂടും. മഹാത്മാഗാന്ധിയോടൊപ്പം ദണ്ഡി കടപ്പുറത്തേക്ക് എത്ര പേരായിരുന്നു സഞ്ചരിച്ച് ചോദിച്ചാൽ അത് 78 ആണ്. മഹാത്മാഗാന്ധിയോടൊപ്പം ദണ്ഡി യാത്രയിൽ പങ്കെടുത്തത് 78 പേരാണെങ്കിൽ INC-യുടെ ആദ്യ സമ്മേളനത്തിൽ 72 പേരാണ് മക്കളെ. 1885 ഡിസംബർ 28-ാം തീയതിയാണ് INC-യുടെ ആദ്യത്തെ മീറ്റിംഗ്. ബോംബെയിൽ വെച്ചിട്ടായിരുന്നു. ആദ്യം പൂനെയിൽ വെച്ച് ചേരാൻ തീരുമാനിച്ച കഥകളൊക്കെ ക്ലാസ്സിൽ പറയുന്നുണ്ട്. ഞാനത് പറയേണ്ട ആവശ്യമില്ലല്ലോ ഇവിടെ. അപ്പൊ നിങ്ങൾ ക്ലാസ് കാണുക. ഒരു ചോദ്യം ഇതാണ്. 2 ക്ലാസ് കണ്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും ആൻസർ കിട്ടും. PYQ ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്ഷ്യങ്ങളിൽ പെടാത്തതേത്? ഇന്ത്യയിലെ വിവിധ രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ സൗഹൃദ ബോധം വളർത്തുക. ഞാൻ കൃത്യമായി ക്ലാസ് എടുത്തപ്പോൾ ഇത് പഠിപ്പിച്ചിട്ടുണ്ട്. ശരിയാണ്. ജാതിമത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ദേശീയ ബോധം വളർത്തുക. മുമ്പത്തെ CRTയിൽ ഇതുപോലെയായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ശരിയാണ്. ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. അതും അതിനകത്തുണ്ട്. ശരിയാണ്.
വിദേശ വസ്തുക്കൾ വിൽക്കുന്ന കടകൾ ഉപരോധിക്കുക. അതിലേക്കൊന്നും അവർ പോയിട്ടില്ല. അതൊന്നും ആയിരുന്നില്ല കോൺഗ്രസ് രൂപീകരിക്കാനുള്ള ലക്ഷ്യം. അപ്പൊ ഇത് തെറ്റാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. എന്നാൽ പുതിയ CRT പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു അപകടം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. മക്കളെ നോക്കൂ, നമ്മളിപ്പോൾ പറഞ്ഞ 3 കാര്യങ്ങളൊക്കെ അതോടൊപ്പം തന്നെ നല്ല 2 പോയിന്റുകൾ കൂടി അഡീഷണലി ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഇതാ, ഏറ്റവും അവസാനമുള്ള പോയിന്റ് ആണ്. ഞാൻ സ്റ്റാർ ഇട്ട് വെക്കുന്നുണ്ട്, എന്റെ പിറകിൽ കാണുന്നുണ്ട് നിങ്ങള്. നോക്കൂ, ഒന്നാമത്തെ പോയിന്റ് നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കാര്യങ്ങള്. രാഷ്ട്രീയ പ്രവർത്തകർക്കിൽ സൗഹൃദം. അപ്പൊ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുക എന്താണ്? സൗഹൃദ ബന്ധം. സൗഹൃദ ഒരു പാട്ടൊക്കെ. അപ്പൊ സൗഹൃദ ബന്ധം അല്ലെ? ആലോചിച്ച് നോക്ക്, കോൺഗ്രസിന്റെ രൂപീകരണത്തെ കുറിച്ച് പറയുകയാണേ. സൗഹൃദ ബന്ധമാണ് പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. ദേശീയ ഐക്യബോധം, നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം രണ്ടാമത്തെ പോയിന്റ്. അതാണ് രണ്ടാമത്തെ പോയിന്റ്, ഐക്യം, ദേശീയ ഐക്യം, സൗഹൃദം ഉണ്ടാക്കുക. മൂന്നാമത്തതോ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ, ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. അതായത് ഗവൺമെന്റിന് മുമ്പിൽ എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ അവതരിപ്പിക്കുക, അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. നാലാമത്തെ പോയിന്റ് ശ്രദ്ധിക്കണേ മക്കളെ, നാലാമത് ഞാൻ സ്റ്റാർ ഇട്ട് വെക്കാം. രാജ്യത്ത് പൊതു അഭിപ്രായം രൂപീകരിക്കുകയും ജനങ്ങളെ സംഘടിപ്പിക്കുകയും ചെയ്യുക. അത് പിന്നെ നമുക്ക് കിട്ടും, ലോജിക്ക് വെച്ചാൽ കിട്ടും. രാജ്യത്ത് ഒരു പൊതു അഭിപ്രായം രൂപീകരിച്ചുകൊണ്ട് മുഴുവൻ രാജ്യത്തെയും ജനങ്ങളെയൊക്കെ ഒരു പൊതു അഭിപ്രായത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരു സംഘടന ആ രൂപത്തിൽ സംഘടിപ്പിക്കുക. സംഘടന ലക്ഷ്യതല്ലേ, സംഘടിപ്പിക്കുക, ജനങ്ങളെ സംഘടിപ്പിക്കുക. എന്നാൽ നോക്കൂ, വളരെ പ്രധാനപ്പെട്ട 5ാമത്തെ പോയിന്റ് കിട്ടാൻ സാധ്യത വളരെ വളരെ കുറവാണ്. കാരണം ഇത് വന്ന നമ്മൾ ചോദിക്കും ഇത് തെറ്റാണ്, നമ്മൾ നെഗറ്റീവ് മാർക്ക് വാരിക്കൂട്ടും. അഖിലേന്ത്യാ മത്സര പരീക്ഷകൾക്ക് ഇന്ത്യയിലും കേന്ദ്രങ്ങൾ അനുവദിക്കുക. അഖിലേന്ത്യാ മത്സര പരീക്ഷകൾക്ക് ഇന്ത്യയിലും കേന്ദ്രങ്ങൾ അനുവദിക്കുക എന്നത് കോൺഗ്രസിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽപ്പെട്ടതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽപ്പെട്ടതാണ് അഖിലേന്ത്യാ മത്സര പരീക്ഷകൾക്ക് ഇന്ത്യയിലും കേന്ദ്രങ്ങൾ അനുവദിക്കുക. അഖിലേന്ത്യാ മത്സര പരീക്ഷകൾക്ക് ഇന്ത്യയിലും കേന്ദ്രങ്ങൾ അനുവദിക്കുക. ചോദ്യം പിടിച്ചേ. നിങ്ങൾ ആദ്യത്തെ 2 ക്ലാസ് കണ്ടവരാണെങ്കിൽ ദാദാഭായ് നവറോജിയെ കുറിച്ച് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ക്ലാസ് ഓർമ്മയുണ്ടോ? നോ പോയിന്റ്സ്. എന്നാൽ വായിച്ചു നോക്കിക്കേ. ദാദാഭായ് നവറോജിയെ സംബന്ധിച്ച പ്രസ്താവന വായിക്കണം. എന്റെ കൂടെ വായിക്കുവാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടായ തകർച്ച സംബന്ധിച്ച് ചോർച്ച സിദ്ധാന്തം ആവിഷ്കരിച്ചു. ശരിയാണ് മക്കളെ, നിങ്ങൾ പഠിച്ചില്ലേ ചോർച്ച സിദ്ധാന്തം നവറോജിയുടെ? ഇന്ത്യൻ പൊളിറ്റിക്സിന്റെ പിതാവ്, ഇന്ത്യൻ എക്കണോമിക്സിന്റെ പിതാവ്, ഇതൊക്കെ ആരാണ്? ദാദാഭായ് നവറോജി അല്ലേ? ഇന്ത്യൻ എക്കണോമിക്സിന്റെയും ഇന്ത്യൻ പൊളിറ്റിക്സിന്റെയും പിതാവായ നവറോജിയാണ് ചോർച്ച സിദ്ധാന്തം ആവിഷ്കരിച്ചത്. കോൺഗ്രസിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേരിട്ടത് തീർച്ചയായിട്ടും നവറോജിയാണ്. ഇന്ത്യയുടെ വന്ധ്യ വയോധികൻ എന്നറിയപ്പെടുന്ന ആരാണ്? ദാദാഭായ് നവറോജിയാണ്. നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, കേരളത്തിന്റെ വന്ധ്യ വയോധികൻ ആരാണ്? തിരുവിതാംകൂറിന്റെ വന്ധ്യ വയോധികൻ ആരാണ്? 2 ചോദ്യങ്ങളാണ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തി ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കപ്പെട്ട വ്യക്തിയാണ്. കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തു, ഗാന്ധിയുടെ ആത്മകഥയിൽ പരാമർശിച്ചു. തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യത്തിന്റെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം. മലയാളി മെമ്മോറിയലൊക്കെ ഉണ്ടായിരുന്നു. ആ വ്യക്തിയാണ് തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത്. നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ, എത്ര പേർക്ക് അറിയാം? മാതൃഭൂമി പത്രത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം. 1923 നമ്മുടെ കോഴിക്കോട് നിന്നും ആരംഭിച്ച മാതൃഭൂമി പത്രം, ആ പത്രത്തിന്റെ സ്ഥാപകനായിട്ടുള്ള KP കേശവമേനോനാണ് കേരളത്തിന്റെ വന്ധ്യവയോധികൻ. KP കേശവമേനോൻ കേരളത്തിന്റെ വന്ധ്യവയോധികനാണെങ്കിൽ മക്കളെ പഠിച്ചു വെക്കണം. എന്താ പഠിക്കേണ്ടത്? നല്ല ചൂടാണ്, അതുകൊണ്ടാണ് വേർത്തിങ്ങനെ ഒലിക്കുക. കേരളത്തിന്റെ വന്ധ്യവയോധികൻ KP കേശവമേനോനാണെങ്കിൽ നോക്കൂ, ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ദാദാഭായ് നവറോജിയാണ്. സെറ്റാണ്. INCയുടെ ആദ്യത്തെ പ്രസിഡന്റ് നിങ്ങൾ ക്ലാസ് കണ്ടിട്ടുണ്ട്, അപ്പൊ തെറ്റാണ്. ഇതൊരു PSC ക്വസ്റ്റ്യൻ പേപ്പറിൽ പെട്ടെന്ന് ആൻസർ കിട്ടില്ലേ? ഓപ്ഷൻ ഡി 4 മാത്രം തെറ്റാണ്. ആദ്യത്തെ പ്രസിഡന്റ് WC ബാനർജി ആയിരുന്നു. അതും ഒരു ജി ആണ്, നവറോജി അല്ല. ഉമേഷ് ചന്ദ്ര ബാനർജിയാണ്, അഥവാ WC ബാനർജി. ക്വസ്റ്റ്യൻ നോക്കൂ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച ഏക മലയാളി. ഇത് ഒരു തവണയല്ല, PSC ഇങ്ങനെ എല്ലാ വർഷവും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ചേറ്റൂർ ശങ്കരൻ നായർ. ചേറ്റൂർ ശങ്കരൻ നായരെ കുറിച്ച് ഇതാ SCRTയിലെ പുതിയ SCRTയില് കണ്ണടയക്കട്ട സുന്ദരനായ ശങ്കരേട്ടനെ കുറിച്ച് പറയുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ ഏക മലയാളി, ആദ്യ മലയാളി എന്നൊക്കെ പറയാം. അദ്ദേഹമാണ് C ശങ്കരൻ നായർ. ഏത് സമ്മേളനത്തിലായിരുന്നു മക്കളെ? ഞാനിവിടെ മാറ്റി ചെയ്തട്ടെ.
അമരാവതി സമ്മേളനം. എല്ലാവർക്കും കിട്ടണേ, പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ ആണ്. അമരാവതി സമ്മേളനം ഏതാണ് വർഷം? 1897. ഈ 1897 നമ്മുടെ സ്വാമി വിവേകാനന്ദൻ തിരിച്ചു വരുന്നുണ്ട്. അദ്ദേഹം രാമകൃഷ്ണ മിഷൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഗുരുനാഥന്റെ പേരിലുള്ള രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് 1897 1897 INC അമരാവതി സമ്മേളനം, അധ്യക്ഷൻ സി ശങ്കരൻ നായർ. അതോടൊപ്പം ചേർത്ത് പറഞ്ഞ പോയിന്റ് ആണ് ഇതേ ചാപ്റ്ററിൽ വരുന്നുണ്ട്. എന്ത്? രാമകൃഷ്ണ മിഷൻ. വിവേകാനന്ദന്റെ രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ച വർഷവും സി ശങ്കരൻ നായർ കോൺഗ്രസിന്റെ അധ്യക്ഷനായ വർഷവും ഇതേ ഒരേ CRT ചാപ്റ്ററിൽ വരുന്നതാണ്. അമരാവതി സമ്മേളനം, രാമകൃഷ്ണ മിഷൻ. ചോദ്യം ഇതാണ്, നമ്മുടെ വിവേകാനന്ദൻ എന്നാണ് ചിക്കാഗോയിലേക്ക് പോയത്? ക്ലൂ വേണമെങ്കിൽ തരാം. അദ്ദേഹത്തിന്റെ 30ാമത്തെ വയസ്സിലാണ്. ബാക്കി 2 പോയിന്റ് അവിടെ നിങ്ങൾക്ക് കിട്ടണം. വിവേകാനന്ദൻ എന്നാണ് ലോകമത സർവമത സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ചിക്കാഗോയിലേക്ക് പോയി തിരിച്ചു വന്നിട്ടാണ് അദ്ദേഹം എന്തുണ്ടാക്കിയത്? 1897 രാമകൃഷ്ണ മിഷൻ ഉണ്ടാക്കിയത് വിവേകാനന്ദ സ്വാമികൾ. അപ്പൊ നമ്മൾ പറഞ്ഞ പോയിന്റ് ഇവിടെയുണ്ട്. ഇനി ഒരു ഡയലോഗാണ്. ഈ ഡയലോഗ് ചോദിക്കാൻ സാധ്യത ഏറെയാണ്. ഞാനത് വായിക്കട്ടെ. ഐക്യം ബംഗാൾ ഒരു ശക്തിയാണ്. അതായത് ഐക്യ ബംഗാൾ ഒരു ശക്തിയാണ്. ബംഗാൾ വിഭജിക്കപ്പെട്ടാൽ ശക്തിക്ഷയമുണ്ടാകും. കോൺഗ്രസ് നേതാക്കന്മാരുടെ തോന്നൽ ഇതാണ്. ഇപ്പം ഐക്യ ബംഗാൾ ഒരു ശക്തിയാണെന്നാ പറയുന്നത്. അവരുടെ ആശങ്ക പൂർണ്ണമായും ശരിയാണ്. ബംഗാൾ വിഭജിക്കാനുള്ള പദ്ധതികളുടെ മേന്മകളിലൊന്ന് ഇതുതന്നെയാണ്. നമ്മുടെ മുഖ്യ ലക്ഷ്യങ്ങളിലൊന്ന് നമ്മുടെ ഭരണത്തിന്റെ എതിരാളികളെ ഭിന്നിപ്പിക്കുകയും അതുവഴി എതിർക്കുന്ന സംഘടനയെ ദുർബലമാക്കുകയുമാണ്. നോക്കൂ, ബംഗാളിനെ വിഭജിക്കാനുള്ള ബ്രിട്ടീഷുകാരുടെ കുടില തന്ത്രം. അതിനുള്ളിൽ അവര് ഹിന്ദു മത, മുസ്ലിം മത, അല്ലെ, ആ മതത്തെ തന്നെ ഇവർക്കിടയിലേക്ക് വിഷം കുത്തിവെച്ച് അപരമത വിദ്വേഷം പടർത്തി അങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയില് ഐക്യത്തോടെ കഴിഞ്ഞൊരു ജനതയുടെ ഹൃദയത്തെ ഇവര് പിളർന്നത്, അല്ലെ? അതിനെക്കുറിച്ച് അന്നത്തെ ആഭ്യന്തര സെക്രട്ടറി, ആ പേര് പഠിക്കണം. നോക്കൂ, കൃത്യമായിട്ട് ആ വ്യക്തി, ഇപ്പൊ നമ്മൾ പറഞ്ഞ വരികൾ ആരുടേതാണ്? റിസ്ലെയുടേതാണ്. റിസ്ലെ എന്താണ്? H റിസ്ലെ. റിസ്ലെ അദ്ദേഹം അന്നത്തെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്നു. ചോദ്യം ചോദിക്കാം ചിലപ്പോൾ. ഐക്യ ബംഗാൾ ഒരു ശക്തിയാണ്. ബംഗാൾ വിഭജിക്കപ്പെട്ടാൽ ശക്തിക്ഷയമുണ്ടാകും. അതാണ് നമ്മുടെ ലക്ഷ്യമെന്ന് പറഞ്ഞത് ആരാണ്? അങ്ങനെ പറഞ്ഞത് റിസ്ലെ. റിസ്ലെ റിസ്ലെ കേട്ടോ, റിസ്ലെ. അപ്പൊ മക്കളെ, നമ്മളിതാ കോൺഗ്രസിന്റെ രൂപീകരണത്തെ കുറിച്ച് പറഞ്ഞു, സി ശങ്കരൻ നായരെ കുറിച്ച് പറഞ്ഞു. ആ ഒരു പീരീഡിൽ തുടക്കകാലത്ത് 1885 മുതലുള്ള ആദ്യത്തെ കുറച്ച് വർഷങ്ങളൊക്കെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ മിതവാദ നേതാക്കന്മാരായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദാദാഭായ് നവറോജി, നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുൻ ക്ലാസ്സിൽ. സുരേന്ദ്രനാഥ് ബാനർജി പറഞ്ഞിട്ടുണ്ട്. ഫിറോസ് ഷാ മേത്ത, ബദറുദ്ദീൻ ദിയാബ്ജി, ഗോപാലകൃഷ്ണ ഗോഖലെ, അങ്ങനെയുള്ള ആളുകളൊക്കെ ആയിരുന്നു. അതോടൊപ്പം തന്നെ ബാലഗംഗാധര തിലകൻ, ആനന്ദ മോഹൻ ബോസ്, ലാലാ ലജ്പത് റായ്, അങ്ങനെ ഒരുപാട് നേതാക്കന്മാർ ഇങ്ങനെ പിന്നീട് തുടർച്ചയായിട്ട് വരുന്നുണ്ട്. പി ആനന്ദ ചാർലു, R.C. ദത്ത്, ഇവരെ കുറിച്ചൊക്കെ ഇവരുടെ സമ്മേളനങ്ങളൊക്കെ നമ്മൾ അടുത്ത PDF അടുത്ത ക്ലാസ്സിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് അതൊക്കെ പഠിക്കണം. ഇനി നോക്കൂ, ബംഗാൾ വിഭജനത്തെ കുറിച്ച് റിസ്ലെയുടെ വാക്കുകൾ നമുക്ക് മനസ്സിലായി. 1905 ബംഗാൾ വിഭജനം INCയുടെ ഭാഗമായിട്ട് നിങ്ങൾ പഠിക്കണം. INCയുടെ ഭാഗമായിട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രധാനപ്പെട്ട ഒരു പോരാട്ടമായിരുന്നു ബംഗാൾ വിഭജനത്തിനെതിരായുള്ള പോരാട്ടം. അപ്പൊ എങ്ങനെയാണ് ബംഗാൾ വിഭജിക്കുന്നത്? നോക്കൂ, അന്നത്തെ ബംഗാളില് കിഴക്കൻ മേഖല, നമ്മൾ ഇന്ന് കാണുന്ന ഇന്ത്യയുടെ ബംഗ്ലാദേശ് വരുന്ന മേഖല കിഴക്ക്, ആ കിഴക്കൻ മേഖലയിൽ മുസ്ലിം ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അവിടെ കിഴക്കൻ ബംഗാൾ എന്നും, തിരിച്ച് ഈ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഇന്ത്യ കാണുമ്പോൾ ഇന്ന് കാണുന്ന വെസ്റ്റ് ബംഗാളിന്റെ ഏരിയ അല്ലെങ്കിൽ ഒഡീഷയിലേക്കൊക്കെ കയറുന്ന ഭാഗം, അതിനെ പടിഞ്ഞാറൻ ബംഗാൾ എന്നും, അവിടെ ഹിന്ദു സമുദായം കൂടുതലായിരുന്നു. അത്തരത്തിലാണ് ബംഗാളിനെ രണ്ടാക്കി വിഭജിക്കാൻ തീരുമാനിച്ചത്. അപ്പൊ ഇതിനെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. കിഴക്കൻ ബംഗാൾ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശവും പടിഞ്ഞാറൻ ബംഗാൾ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശവുമായിരുന്നു. കുറച്ചുകൂടി വ്യക്തമായി ഞാൻ മാറ്റി എഴുതാം. നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്നുണ്ടോ 1905 മുതൽ 11 വരെയുള്ള ബംഗാളിന്റെ ഒരു അവസ്ഥ. ബംഗാൾ വിഭജനം റദ്ദു ചെയ്യുന്നത് 1911 അതുകൊണ്ടാണ് ആ ഒരു പീരീഡിലുള്ള ഒരു മാപ്പ് നോക്കുക, അല്ലെ? നമ്മുടെ ഇന്ത്യയുടെ ജനങ്ങൾക്കേറ്റ മുറിവ്, ഏറ്റവും പ്രധാനപ്പെട്ട മുറിവുകളിൽ ഒന്നായിരുന്നു ബംഗാൾ വിഭജനം. ദേശീയ പ്രസ്ഥാനത്തെ അടിച്ചമർത്താൻ കാര്യക്ഷമതയുള്ള ഭരണത്തിന് വേണ്ടി എന്ന കാരണം പറഞ്ഞിട്ട്, കാരണം ഇവർ പറഞ്ഞു ഒരുപാട് ജനങ്ങളുണ്ട്, അപ്പൊ ഈ വലിയ പ്രവിശ്യയിലെ ജനങ്ങൾ കൂടുതലാണ്, ഞങ്ങൾക്ക് ഭരിക്കാൻ എളുപ്പമല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ പിരിക്കുന്നത്. പക്ഷെ ഇവരുടെ മനസ്സിലെ തന്ത്രം എന്താണ്? മുസ്ലിങ്ങളൊക്കെ ഒരു ഭാഗത്താക്കുക, ഹിന്ദുക്കളൊക്കെ ഒരു ഭാഗത്താക്കുക, അങ്ങനെ ശത്രുത വളർത്തുക
എന്നിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യുക, തമ്മിലടിപ്പിച്ചിട്ട് ചോര കുടിക്കുന്ന പരിപാടി അല്ലേ, അത് തന്നെ. അപ്പൊ അങ്ങനെ കിഴക്കൻ ബംഗാൾ മുസ്ലിം ഭൂരിപക്ഷം, പടിഞ്ഞാറൻ ബംഗാൾ ഹിന്ദു ഭൂരിപക്ഷം. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഏറ്റവും വിസ്തീർണവും ജനസംഖ്യയും കൂടിയ പ്രവിശ്യയായിരുന്നു ബംഗാൾ. 8 കോടി ജനങ്ങൾ ഉണ്ടായിരുന്നു. 8 കോടി ജനങ്ങൾ ഉണ്ടായിരുന്നു. മുൻ SCRTകളും NCRTകളൊക്കെ ഇതുണ്ട് കേട്ടോ. 1,89,000 ചതുരശ്ര മൈൽ വിസ്തീർണമുള്ള വലിയൊരു ഏരിയ ആയിരുന്നു. നിങ്ങൾ ആ സംഖ്യ ഒന്നും ബൈഹാർട്ട് പഠിക്കേണ്ട. 8 കോടി ജനങ്ങൾ ഉണ്ടായിരുന്നു. വലിയൊരു പ്രവിശ്യയായിരുന്നു, മാത്രം മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഈ ബംഗാള് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്ന പ്രദേശമാണ്. ചോദ്യമാണ്, PYQ ആണ്, പ്രിലിംസ് എക്സാമിനൊക്കെ വന്നിട്ടുണ്ട്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്ന പ്രദേശം ബോംബെ, മദ്രാസ്, അതുപോലെ തന്നെ ഡൽഹി, കൊൽക്കത്തയൊക്കെ ഉണ്ടാവും. കൊൽക്കത്ത. ഇനി നമുക്ക് പറയാം ബംഗാൾ വിഭജനത്തെ കുറിച്ച്. SCRT കൃത്യമായിട്ട് പറയുന്ന ഒരു ഡേറ്റേ ഉള്ളൂ, അത് ജൂലൈ 16. എന്നാൽ നമ്മൾ ഇത് രണ്ടും പഠിക്കണം, കാരണം രണ്ടും PSC പരീക്ഷയിൽ സ്ഥിരം ചോദിക്കും കേട്ടോ. ബംഗാൾ വിഭജനം, അങ്ങനെ ബംഗാൾ വിഭജിക്കാൻ വേണ്ടി പ്രഖ്യാപിച്ചത് 1905 ജൂലൈ 20 1905 ജൂലൈ 20 എന്നാണ് നിലവിൽ വന്നത്. ബംഗാൾ വിഭജനം നിലവിൽ വന്നത്. നമ്മൾ പറയാറില്ലേ, ഭരണഘടന അംഗീകരിച്ചു. 1949 നവംബർ 26 ഭരണഘടന അംഗീകരിച്ചു. 1949 നവംബർ 26 ഭരണഘടന അംഗീകരിച്ചു. 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വന്നു. 2 ഡേറ്റ് ഇമ്പോർട്ടന്റ് ആണ് അല്ലേ. അഡോപ്റ്റ് ചെയ്ത ഡേറ്റ് നവംബർ 26 49 ആണെങ്കിൽ ഭരണഘടന നിലവിൽ വന്ന് 1950 ജനുവരി 26 അതുപോലെ പഠിച്ചു വെക്കുക, കൃത്യം പഠിക്കുക. ജൂലൈ 20 ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ചു. എന്നാൽ ഒക്ടോബർ 16 വളരെ പ്രധാനപ്പെട്ടത്, നിലവിൽ വന്നു. ഈ ഒക്ടോബർ 16 ദേശീയ വിലാപ ദിനമായിട്ട് ബംഗാളിൽ മൊത്തം ആളുകള് ഹർത്താൽ ആചരിച്ചു, കരിദിനം ആചരിച്ചു, അതൊക്കെ ആചരിച്ചു. ഇവിടെ ഞാൻ എന്തിനാ ഭക്ഷ്യദിനം കൊടുത്തത്? ഇതൊരു എക്സ്ട്രാ ഫാക്ട് ആണ്. ഇതൊരു എക്സ്ട്രാ ഫാക്ട് ആണ്, ചോദ്യം ചോദിക്കും PSC. ലോക ഭക്ഷ്യദിനം എന്നാണ്. ലോക ഭക്ഷ്യദിനം ഒക്ടോബർ 16. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ് ഓസോൺ ദിനം എന്നാണ്. നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ, ഓസോൺ ദിനം എത്ര പേർക്ക് അറിയാം? ഓസോൺ ദിനം, ലോക ഭക്ഷ്യദിനം ഒക്ടോബർ 16 കാര്യം മറന്നു പോകണ്ട. അപ്പൊ അന്ന് ബംഗാൾ വിഭജിച്ച ഡേറ്റിൽ എന്താ പറയാ, വിലാപ ദിനമായിട്ട് ഇവർ ആചരിച്ചു. ഒക്ടോബർ 16 രക്ഷാബന്ധൻ ദിനമായിട്ട് ആചരിക്കാൻ ആഹ്വാനം ചെയ്തത് നമ്മുടെ ടാഗോർ ആയിരുന്നു. സഹോദരങ്ങളെ, നിങ്ങള് തമ്മിലടിക്കരുത്, വേർപിരിയരുത്, മുസൽമാനും ഹിന്ദുവും ഒരുമിച്ച് നിൽക്കണം. ടാഗോറിന്റെ ആ ഒരു ചിന്ത രക്ഷാബന്ധൻ ദിനമായിട്ട് ആചരിച്ചു. ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന ബ്രിട്ടീഷ് നയത്തിന്റെ ഉദാഹരണമാണ് ബംഗാൾ വിഭജനം. ഇത് ഇങ്ങനെ 1905 ജൂലൈ 20 ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ചത് ദുഷ്ടനായ വൈസ്രോയി, ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസേബ് എന്ന് പറഞ്ഞ മുഗൾ രാജാവ് അത്രയും ക്രൂരനായിരുന്നു. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസേബ് എന്ന് വിളിക്കുന്ന ദുഷ്ടൻ കഴ്സൺ ആയിരുന്നു ഇത് പ്രഖ്യാപിച്ചത്. ഇത് ശ്രദ്ധിക്കണം അമ്പാനെ, ഞാൻ സ്റ്റാർ ഇട്ട് വെക്കുന്നു, തെറ്റിക്കരുത്. കഴ്സൺ പ്രഖ്യാപിച്ചുവെങ്കിൽ നിലവിൽ വന്ന സമയത്ത് ഒക്ടോബർ 16 മിന്റോ സെക്കൻഡ് ആയിരുന്നു. മിന്റോ ഫസ്റ്റ്, മിന്റോ സെക്കൻഡും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് സെക്കൻഡ് എന്ന് എടുത്തു പഠിക്കുക. 1906 ബംഗാൾ വിഭജനം നടന്ന ഒക്ടോബർ 16, നിലവിൽ വന്ന ഒക്ടോബർ 16 മിന്റോ സെക്കൻഡും, പ്രഖ്യാപിച്ച സമയത്ത് കേഴ്സണും വിഭജനം നിലവിൽ വന്നപ്പോൾ മിന്റോ സെക്കൻഡും പഠിച്ചു വെച്ചു. ആ സമയത്തെ ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആരെന്ന് ചോദിച്ചാൽ വില്യം ജോൺ ബ്രോഡ്രിക്. ജോൺ ബ്രോഡ്രിക് പഠിച്ചു വെക്കുക. ഇനി കുറച്ച് ഡയലോഗുകളാണ്. ഹിന്ദു മുസ്ലിം ഐക്യത്തിന്മേൽ പതിച്ച ബോംബ് എന്ന് പറഞ്ഞത് ബംഗാളിന്റെ മുടിച്ചൂടാ മന്നൻ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന, ബംഗാളിന്റെ വന്ധ്യവയോധികൻ എന്ന് വിശേഷിപ്പിക്കുന്ന സുരേന്ദ്രനാഥ ബാനർജിയാണ്. നമ്മൾ നേരത്തെ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ പറഞ്ഞില്ലേ, അപ്പൊ ബംഗാളിന്റെ വന്ധ്യവയോധികൻ എന്ന് വിളിക്കുന്ന സുരേന്ദ്രനാഥ ബാനർജി 1876 നേരത്തെ പഠിച്ചു. ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ച സുരേന്ദ്രനാഥ ബാനർജി അദ്ദേഹം പറഞ്ഞു, ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ മേൽ പതിച്ച ബോംബാണ്, ഇതൊരു ക്രൂരമായ തെറ്റാണ് എന്ന് പറഞ്ഞത് ഗോഖലെയാണ്. ഇതൊരു ക്രൂരമായ തെറ്റാണെന്ന് പറഞ്ഞു ഗോഖലെ. ബ്രിട്ടീഷ് ഗവൺമെന്റ് നമ്മെ വിഭജിക്കുവാൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നുവെങ്കിലും നമ്മുടെ ഹൃദയങ്ങളെ വേർപെടുത്താൻ അവർക്കാവില്ല. ഇന്ത്യക്കാരുടെ ആ സ്നേഹം, മതത്തിനപ്പുറമുള്ള ഇന്ത്യക്കാരുടെ ബന്ധം, അതിനെ ഊട്ടിയുറപ്പിക്കുന്ന വാക്കുകളായിരുന്നു. ബ്രിട്ടീഷ് ഗവൺമെന്റ് നമ്മെ വിഭജിക്കുവാൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നുവെങ്കിലും
നമ്മുടെ ഹൃദയങ്ങളെ വേർപെടുത്താൻ അവർക്കാവില്ല എന്ന് പറഞ്ഞ ടാഗോർ ക്രൂരമായ തെറ്റ് ഗോഖലെ. ഹിന്ദു മുസ്ലിം ഐക്യത്തിന് മേൽ പതിച്ച ബോംബ് ബാനർജി, ബോംബ് എന്ന് പറഞ്ഞ ബാനർജി, ക്രൂരമായ തെറ്റ് ഗോഖലെ, ഹൃദയങ്ങളെ വേർപെടുത്താൻ കഴിയില്ല ടാഗോർ. മൂന്നും പഠിക്കണം. ചോദിക്കും. ബംഗാൾ വിഭജന വിരുദ്ധ പ്രക്ഷോഭം ഓഗസ്റ്റ് മാസം 7-ാം തീയതി ആരംഭിക്കുകയാണ് മക്കളെ. അന്ന് ബംഗാളില് തുടക്കത്തിലെ ബംഗാൾ വിഭജനത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ അതിന്റെ സമരത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തികള് സുരേന്ദ്രനാഥ ബാനർജിയും ബിപിൻ ചന്ദ്രപാലും അരവിന്ദ ഘോഷുമൊക്കെ ആയിരുന്നു എന്ന കാര്യം കൂടി എക്സ്ട്രാ നോട്ട് എന്ന രൂപത്തിൽ പഠിച്ചു വെച്ചേക്കുക. നമ്മൾ 905 ജൂലൈ 20, 905 ഒക്ടോബർ 16 പഠിച്ചുവെങ്കിൽ എത്ര കാലം ബംഗാൾ വിഭജനം നീണ്ടുനിന്നു? ഈ ബംഗാൾ വിഭജനം വലിയ പ്രക്ഷോഭങ്ങൾക്കൊടുവിൽ റദ്ദു ചെയ്തു. അത് റദ്ദു ചെയ്ത സമയത്ത് ആരായിരുന്നു ബംഗാളിലെ വൈസ്രോയി അഥവാ ഇന്ത്യയുടെ വൈസ്രോയി എന്ന് ചോദിച്ചാൽ ഹഡിഞ്ച് സെക്കൻഡ്, മിൻഡോ സെക്കൻഡിന്റെ സമയത്ത് നിലവിൽ വന്ന ബംഗാൾ വിഭജനം. ഹർഡിഞ്ച്, ഒരു ഇഞ്ച് പോലും ഇല്ലാതെ അദ്ദേഹം എന്ത് ചെയ്തു? ആ തീരുമാനം റദ്ദു ചെയ്തു. ഹർഡിഞ്ച് 1911 ബംഗാൾ വിഭജനം റദ്ദു ചെയ്തു. ഈ ഒരു വർഷം ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളെ പഠിപ്പിച്ചിരുന്നു, മറ്റൊരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഓർക്കുന്നുണ്ടോ നിങ്ങൾ? എന്താ പോയിന്റ്? ഇന്ത്യയുടെ തലസ്ഥാനമായിട്ട് കൊൽക്കത്ത ഏതു വർഷം വരെയായിരുന്നു ഉണ്ടായിരുന്നത്? കൊൽക്കത്തയിൽ നിന്നും തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റിയത് ഏതു വർഷമായിരുന്നു? ഉത്തരം നിങ്ങൾക്കറിയാം, 1911. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആലപിച്ചത് ഏത് സമ്മേളനത്തിലാണെന്ന് ചോദിക്കും. അത് 1911 കൊൽക്കത്ത സമ്മേളനത്തിലാണ്. അപ്പൊ 3 പോയിന്റ് അവിടെ തന്നെയുണ്ട്. കൊൽക്കത്ത ആലോചിക്കുക. INC കൊൽക്കത്ത സമ്മേളനത്തിന്റെ അധ്യക്ഷന്റെ പേര് BN ദർ. അങ്ങനെ തന്നെ പഠിക്കണേ, ഇനീഷ്യൽ തിരിക്കരുത്. BN ദർ. 1911 കൊൽക്കത്ത സമ്മേളനം. BN ദർ ജനഗണമന ആലപിച്ച സമ്മേളനം. 1911. ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റിയ വർഷം 1911. അവിടെയും കൊൽക്കത്തയുണ്ട്. കൊൽക്കത്തയിലാണല്ലോ ബംഗാൾ. ആ ബംഗാൾ വിഭജനം റദ്ദു ചെയ്തത് 1911. റദ്ദു ചെയ്ത വൈസ്രോയുടെ പേര് ഹർഡിഞ്ച് സെക്കൻഡ്. പഠിച്ചോ? അപ്പൊ INCയുടെ ചില പ്രസിഡന്റുമാരെ കുറിച്ച് ഞാൻ എടുത്തു മാറ്റി തന്നാട്ടോ, കാരണം INCയുടെ ക്ലാസ് കൂടിയാണല്ലോ ഇത്. INC ആക്ച്വലി 1905 ആരാണ് INCയുടെ പ്രസിഡന്റ്? നമ്മൾ നേരത്തെ പറഞ്ഞത് മിൻഡോയും കേഴ്സണുമാണ്, വൈസ്രോയിമാരെ കുറിച്ചാണ്. 1905 PSCയുടെ ആൻസർ പ്രകാരം നിങ്ങൾ ഇപ്പൊ ഗൂഗിളിലൊക്കെ അടിച്ചപ്പോൾ ചെറിയ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. വാർഷിക സമ്മേളനങ്ങളല്ലേ നടക്കാറുണ്ട് ചോദിച്ച സംശയം ഉണ്ടാവും. PSCയുടെ ആൻസർ പ്രകാരം 1905 ബംഗാൾ വിഭജനം ആരായിരുന്നു INC പ്രസിഡന്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഗോപാലകൃഷ്ണ ഗോഖലെയും. 1904 INCയുടെ പ്രസിഡന്റ് ഹെൻറി കോട്ടണുമായിരുന്നു. ചിന്തിക്കുക, ഹെൻറി കോട്ടൺ. 1905 ഗോഖലെ, 1904 ഹെൻറി കോട്ടൺ. അവിടെ ഒരു എക്സ്ട്രാ പോയിന്റ്, ലിബറൽ പാർട്ടിയെ പ്രതിനിധാനം ചെയ്ത് ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായിരുന്ന ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ ഹെൻറി കോട്ടൺ. SCRT ഫാക്ട് ആണ്. ലിബറൽ പാർട്ടിയെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായിരുന്ന ഹെൻറി കോട്ടൺ കിഴക്കൻ ബംഗാളിലെ ആദ്യ ലഫ്റ്റനന്റ് ഗവർണർ ആയിരുന്ന ഫുള്ളറെ ആ പദവിയിൽ നിന്ന് പുറത്താക്കാൻ ശ്രമം നടത്തിയെന്ന് SCRT ഫാക്ട് ഉണ്ട്. ഈ പുതിയ SCRT പഴയത് പഠിച്ചു വെക്കുക. 1905 ഒക്ടോബർ 16 വിശേഷം നമ്മൾ മനസ്സിലാക്കിയത്. അവിടെ അതിന്റെ ദുഃഖാചരണത്തിന്റെ ഭാഗമായി രചിച്ച ഒരു ഗാനം കൂടിയുണ്ട്. രവീന്ദ്രനാഥ് ടാഗോർ 1905 ഒക്ടോബർ 16 നമ്മളെ ഈ പറയുന്ന വിലാപ ദിനമായിട്ട് ആചരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം രചിച്ച കൃതിയായിരുന്നു അമർ സോന ബംഗ്ല എന്ന ഗാനം. പിന്നീട് 1971 ശേഷം ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനമായിട്ട് തെരഞ്ഞെടുത്തത് അമർ സോന ബംഗ്ലയാണ്. അന്ന് വിഭജന സമയത്ത് ടാഗോർ രചിച്ച കൃതിയാണ് അമർ സോന ബംഗ്ല. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ SCRTയിലുണ്ട്. ഒക്ടോബർ 16 കാണാം നിങ്ങൾക്ക്. കൊൽക്കത്തയിൽ ഹർത്താൽ ആചരിച്ച കാണാം. ടാഗോർ അമർ സോന ബംഗ്ല എന്ന ദേശഭക്തി ഗാനം ആലപിച്ചതിനെ കുറിച്ച് പറയുന്നുണ്ട്. പ്രതിഷേധങ്ങൾ വലിയ സമരമായി എന്ന് പറയുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് 1905 ശേഷം 1906 മുതൽ സ്വദേശി പ്രസ്ഥാനം വരുന്നു എന്ന കാര്യമാണ് ഇനി SCRTയിലുള്ളത്. നമുക്കിനി തുടർന്ന് ക്ലാസ് എടുക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. പക്ഷെ നിങ്ങൾ ഇതുവരെ പോലും മുഴുവനും കണ്ടിട്ടുണ്ടാവില്ല. നിങ്ങൾ ഇതുവരെ മുഴുവൻ കണ്ട ഒരു 100 പേരെങ്കിലും ഉണ്ടെങ്കിൽ 100 കമന്റ് ഉണ്ടാവും. പക്ഷെ നിങ്ങൾ കാണാത്തോണ്ട് നിങ്ങൾ കമന്റ് ചെയ്യില്ല. എടാ ഇത്രയും ക്ലാസ് ഓക്കെ ആണെങ്കിൽ ഇനി കമന്റ് ചെയ്യാൻ അറിയാനിട്ടാണോ യൂട്യൂബിൽ? ചിലപ്പോൾ അതായിരിക്കും. ലൈക്ക് ചെയ്യാൻ അറിയാണ്ടോ? 2 പ്രാവശ്യം ലൈക്ക് ചെയ്യണം. ഒറ്റ പ്രാവശ്യം പറ്റുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇതുവരെ കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ. കാരണം ഞാൻ നോക്കുമ്പോൾ 1000 പേര് ഇത് കണ്ടു. ഇത്രയും വീഡിയോ
ഈ അവസാനം വരെ കണ്ടു എന്ന് എനിക്ക് തോന്നുമ്പോൾ 1000 ലൈക്ക് ഞാൻ കാണും. പക്ഷെ നിങ്ങൾ 1000 പേര് ലൈക്ക് കാണുന്നില്ല. അതെന്താണെന്ന് എനിക്ക് അറിയില്ല. നിങ്ങൾ ലൈക്ക് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ഓക്കെ, ഇഷ്ടമായില്ലെങ്കിൽ ഓക്കെ, ഡിസ്ലൈക്ക് അടിച്ചോ. അപ്പൊ ഈ ഒരു ചോദ്യം കണ്ടോ നിങ്ങൾ? ഒന്നാമതൊരു ചോദ്യം, ഇത് കഴിഞ്ഞ വർഷം ഒരു 6 മാസം മുമ്പ് നടന്ന BSc ക്വസ്റ്റ്യൻ ആണ്. മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട് നമ്മൾ മുമ്പ് പഠിച്ച CRTയിലെ 3 ക്ലാസ്സുകൾ നന്നായി പഠിച്ച് ഇതുവരെയുള്ള ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ക്ലാസ്സുകളൊക്കെ കണ്ടവർക്ക് ഇത് കിട്ടും. ഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്ന ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ശരിയല്ലേ? ഈ ചോദ്യത്തിനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ആക്ച്വലി ആ മിസ്റ്റേക്കിന്റെ പുറത്താണ് ഒരു പക്ഷേ ഇത് തെറ്റോ ശരിയോ നമുക്ക് വിലയിരുത്താൻ പറ്റുക. ഇന്ത്യയിൽ ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത പൊതുപരിപാടി ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടനമായിരുന്നു. ഇത് ശരിക്കും നോക്കിയാൽ ശരിയാണെന്ന് നമുക്ക് തോന്നും. കാരണം അവിടെ ഒരു പോയിന്റ് കൂടി പറയുകയാണേ. 1915 ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരിച്ചു വന്ന മഹാത്മാഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത പൊതുപരിപാടി ആയിരുന്നു യഥാർത്ഥത്തില് ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടനം 1916 കേട്ടോ. പക്ഷേ ഇവിടെ ഇന്ത്യയിൽ ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത എന്നേ ഉള്ളൂ കേട്ടല്ലോ. അതിനകത്തൊരു മിസ്റ്റേക്ക് ഉണ്ട് ആ ഒരു എഴുത്തിനകത്ത്. അതുകൊണ്ട് നമുക്ക് ഇത് തെറ്റായിട്ട് പരിഗണിക്കാം. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ പരീക്ഷണ സത്യാഗ്രഹം എന്നറിയപ്പെടുന്നത് ചമ്പാരനായിരുന്നു. ശരിയാണ്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ മടങ്ങിയെത്തിയ വർഷം 1915 ശരിയാണ്. അങ്ങനെ നോക്കുമ്പോൾ ശരിയായത് കണ്ടെത്താൻ ചോദിച്ചാൽ 1, 3, 4 അല്ലേ? അപ്പൊ ഓപ്ഷൻ ബി. രണ്ടാമത്തെ ചോദ്യം നമ്മുടെ 3ാമത്തെ ക്ലാസ് ആണല്ലോ INCയുടെ ഈ ക്ലാസ്. ഇതിന് മുമ്പ് എടുത്ത 2 ക്ലാസ് കണ്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് ഉത്തരം കിട്ടും. ഇതൊരു PYQ ആണ്. നിങ്ങൾ സാവകാശം വായിച്ചു നോക്കുക. എന്നിട്ട് ആൻസർ എല്ലാവരും 2 എന്ന് പറഞ്ഞിട്ട് കമന്റ് ചെയ്യേണ്ട. നിങ്ങൾ ക്ലാസ്സിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല. 2ന്റെ ആൻസർ നോക്കിയിട്ട് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾ പഠിച്ചു എന്ന് എനിക്ക് മനസ്സിലാവുമല്ലോ. നമുക്ക് തുടർച്ചയായിട്ട് CRT ക്ലാസ്സുകളും ഇന്ത്യൻ ചരിത്രത്തിന്റെ ക്ലാസ്സുകളും ഒക്കെ വരും. നിങ്ങൾ നന്നായി പഠിക്കുക മക്കൾ. ഇതുവരെ എടുത്ത ഒരുപാട് ക്ലാസ്സുകൾ 10-12 ക്ലാസ്സുകളുണ്ട്. അതെല്ലാം കാണുക. നിങ്ങളുടെ നല്ല സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പൊളിക്കാം. നമുക്ക് വരാൻ പോകുന്ന വർഷം ജോലിയിൽ എല്ലാവർക്കും എത്രയും പെട്ടെന്ന് പ്രവേശിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ഗുഡ് ബൈ. താങ്ക് യു.